വൈറ്റ് ഹൌസിൽ വെടിവെച്ച പത്രപ്രവർത്തകർക്കായി പ്രസിഡന്റ് ഒരുക്കിയ വിരുന്നിനിടെയാണ് വെടിവെച്ച കേട്ടത്. ഡൊണാൾഡ് ട്രംപിനെ ഉടൻ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അക്രമി എന്ന് സംശയിക്കുന്നയാൾ പിടിയിലായിട്ടുണ്ട്. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ഡെസ്കിൽ നിന്നും ഉമൈബാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമൈബാൻ, എന്താണ് ഉണ്ടായത്? മോദി, ഇതിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും ഒരു വധശ്രമം നടന്നിരിക്കുന്നു എന്നുള്ള സംശയങ്ങൾ ബലപ്പെടുകയാണ്. കാരണം വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി നടത്തിയ അത്താഴ വിരുന്നിനിടെ, അതായത് അമേരിക്കൻ സമയം ശനിയാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. US പ്രസിഡന്റും അതുപോലെ തന്നെ പ്രഥമ വനിത മെലാനിയും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരും സെലിബ്രിറ്റീസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു അത്താഴ വിരുന്നായിരുന്നു. ഇതിനിടയിലാണ് 5 മുതൽ 8 റൗണ്ട് വരെ വെടിയൊച്ച മുഴങ്ങുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാവരും സ്തബ്ധരായി പോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ തന്നെ ഈ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ട്രംപിന് ചുറ്റും വളയുന്നു. അങ്ങനെ അദ്ദേഹത്തെയും മെലാനിയെയും ഉടൻ അവിടെ തന്നെ നീക്കുന്നു. ഈ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അക്രമിയെ ഉടൻ തന്നെ കീഴ്പ്പെടുത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ ഇയാളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കിയ വിവരപ്രകാരമാണെങ്കിൽ കാലിഫോർണിയയിൽ നിന്നുള്ള 31 വയസ്സുകാരനായ കോൾ തോമസ് അലൻ എന്നുള്ള ആളാണ് ഈ അക്രമി എന്നുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഔദ്യോഗിക തലത്തിൽ ഇയാളാണോ അക്രമി എന്നുള്ള വിവരം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇയാളുടെ ദൃശ്യങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. ട്രംപ് ഇതിനുശേഷം ട്രൂത്ത് സോഷ്യലിൽ ഒരു വിവരം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ ചെയ്തത് വലിയ കാര്യമാണ്. അവർ ധീരമായിട്ടുള്ള ഒരു പ്രവൃത്തി ആണ് ചെയ്തിരിക്കുന്നത്. തന്റെ ജീവൻ രക്ഷിച്ചു. ഈ അക്രമിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പിന്നീട് പുറത്തുവിടും എന്നുള്ളതാണ്. എന്തായാലും ഇയാളുടെ അപ്പാർട്ട്മെന്റിലേക്ക്, കാലിഫോർണിയയിലുള്ള അപ്പാർട്ട്മെന്റിലേക്കും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വേണ്ടി എത്തിയിട്ടുണ്ട്. കസ്റ്റഡിയിലായ ഈ അക്രമിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അക്രമം ഉണ്ടാകുന്നതായിട്ടുള്ള മുന്നറിയിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരിടത്തേക്ക്, വൈറ്റ് ഹൌസിലേക്ക്, അതും മാധ്യമപ്രവർത്തകർക്കായിട്ട് ഒരുക്കിയ അത്താഴ വിരുന്നിലേക്ക് ഇയാൾ എത്തിയത് എന്നുള്ളതും വളരെ ദുരൂഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ള അക്രമി പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് അയാൾ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരിക. എന്തായാലും വീണ്ടും വലിയ തോതിൽ ആശങ്കയുണ്ടാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപിന് നേരെ ഒരു വധശ്രമം കൂടി ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. മോദി.